കാസർഗോഡ് മോക്ക് പോൾ ബിജെപിക്ക് അധിക വോട്ട് പോയെന്ന ആരോപണം തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, ഇത്തരത്തിൽ കൃത്രിമം നടന്നു എന്നൊരു ഘട്ടത്തിലാണ് സുപ്രീം കോടതി കമ്മീഷനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ എന്താണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്? അതിര, സുപ്രീം കോടതിയിൽ ഇന്ന് സുപ്രധാനമായ വിവിപാറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ കാസർഗോട്ടിലെ മോക്ക് പോൾ പ്രശ്നം മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതായത് നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കാസർഗോട്ടിലെ മോക്ക് പോൾ പ്രശ്നം ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതായത് കമ്മീഷനിങ് സമയത്ത് ഈ നിശ്ചിത EVM-കൾ ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ 4 എണ്ണത്തിലാണ് ഇത്തരത്തിൽ 4 EVM-കളിൽ നിന്ന് BJPക്ക് അധിക വോട്ട് ലഭിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്തിയത്. അതായത് ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയാലും വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം NDA സ്ഥാനാർത്ഥിക്കുമായി 2 വിവിപാറ്റ് രസീതുകൾ വരുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്നായിരുന്നു LDF അതുപോലെ തന്നെ UDF-ഉം ഇതേ തരത്തിൽ ഒരു പരാതിയുമായിട്ട് വരണാധികാരി കളക്ടറുടെ മുമ്പാകെ എത്തുകയും ഇതിൽ ഒരു വിമർശനം ഉയർത്തുകയും ഒക്കെ ചെയ്തത്. കാരണം LDF സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ ഇത് ഗൗരവമായി കാണണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോകരുതെന്ന കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ വിവിപാറ്റുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതിന്റെ വാദവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വിഷയം ഇപ്പോൾ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത്തരത്തിൽ ഇതിൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതായത് ഇത് പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു മറുപടി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് കാസർഗോഡ് മോക്ക് പോൾ വിഷയം, അല്ലെങ്കിൽ അതിൽ ഇത്തരത്തിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായ ഒരു മറുപടി, ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വന്നത് തെറ്റാണെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വീണ്ടും കോടതിയിൽ സമർപ്പിക്കാമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതായത് ഏകദേശം 4 കോടി വിവിപാറ്റ് സ്ലിപ്പുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എണ്ണിക്കഴിഞ്ഞു. അതിലൊന്നും ഒരു പൊരുത്തക്കേടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് രാവിലെയൊക്കെ ആയിട്ട് ഇത്തരത്തിൽ മോക്ക് പോളുകൾ നടത്താറുണ്ട്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പരിശോധിച്ച് മുമ്പോട്ട് പോവുകയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, കൃത്രിമത്വങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിവിപാറ്റ് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കോടതിയിൽ വാദം തുടരുകയാണ്. കാസർഗോഡ് വിഷയത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണം തെറ്റാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആതിര, സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, ഇത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്ന് പരാതി ഉയർന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയത്. ഇപ്പോൾ BJPക്ക് അധിക വോട്ട് പോയെന്ന ആരോപണം തെറ്റെന്ന് കമ്മീഷൻ വ്യക്തമാക്കുമ്പോൾ അതിന് എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള കാര്യമുണ്ട് എന്നതും ഏറെ പ്രസക്തമല്ലേ? വോട്ടിംഗ് മെഷീനുകളിൽ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് മെഷീനുകളിൽ ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ സ്ഥലത്ത് സാന്നിധ്യമുണ്ടായിരുന്നു. ഈ സമയത്ത് ആദ്യം വോട്ട് ചെയ്യുമ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് അധികം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വിവിപാറ്റ്, ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും വിവിപാറ്റ് ഒന്ന് BJP സ്ഥാനാർത്ഥിക്ക് കൂടി, NDA സ്ഥാനാർത്ഥിക്ക് കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ പ്രശ്നം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പ്പെടുത്തിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് നോട്ട് ടു ബി കൗണ്ടഡ് എന്ന ഈ അധികമായി വരുന്ന വിവിപാറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നമായി കാണേണ്ടതില്ല, പ്രശ്നം പരിഹരിക്കാമെന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഈ സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ UDF പ്രതിനിധികളായ എന്നെ നെല്ലിക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തി. ഇവരും വിശദമായി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ
ആ പ്രശ്നം പരിഹരിക്കുമെന്ന ഒരു ഉറപ്പാണ് നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ ഒരു സാങ്കേതിക തകരാർ ഈ മെഷീനുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ തുടർന്ന് LDF അപ്പോൾ തന്നെ ജില്ലാ ഭരണാധികാരിയായ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ UDFും ആ പരാതി നൽകിയിരുന്നു. കാരണം ഈ കമ്മീഷനിങ് കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് മെഷീൻ വീണ്ടും സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. പിന്നീട് 25-ന് വോട്ടെടുപ്പിന്റെ തലേ ദിവസം മാത്രമേ ഈ വോട്ടിംഗ് മെഷീൻ പിന്നീട് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് LDF പരാതി നൽകിയത്. ഏതായാലും സുപ്രീം കോടതിയിൽ ഈ വിഷയം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് LDFും UDFും ഈ വിഷയത്തെ കണ്ടത്.